ആ ഹലോ ഹലോ വനജ ടീച്ചറാണേ. ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്, അത് കേൾക്കാതെ ഞാനങ്ങ് പറയാം. പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വരണോ? ഞാൻ ഈ പൊടിയും കൊച്ചാണ്ട കടയിൽ ഇരിപ്പുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഞാൻ അതല്ല, ഫോണിൽ കൂടെ ഉള്ള സംസാരമല്ലേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ അല്ലല്ലേ ഓണത്തിൻ്റെ തിരക്കൊക്കെ നമുക്ക് ഉണ്ട്. എങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഈ കട വെച്ച് കാണാം. വരുമോ? ഞാനങ്ങോട്ട് വരുവാ. ഓക്കെ ഓക്കെ. വനജ ടീച്ചർ ഈ ഒടിഞ്ഞു വീഴാൻ പോകുന്ന കൊലയ്ക്ക് എന്തിനാ താങ്ങായിട്ട് സ്റ്റീൽ കമ്പി കൊടുക്കുന്നത്? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഇതിന് ഇത് ചേരുവോ? എനിക്കറിയാം. ചാക്കോ മാഷേ. ചാക്കോ ടീച്ചറെ, വനജ മാഷ്. ആരാ? നാരങ്ങാ മുട്ടായി. ആരാ? മനസ്സിലായില്ല. മാഷ് എന്നെ ഒന്ന് ഇരിക്കാൻ അനുവദിക്കുമോ? മനസ്സിലായില്ലേ? ഇല്ല. വനജ ടീച്ചർ. ഞാൻ ഉദ്ദേശിച്ച വനജ ടീച്ചർ ഇതല്ല. ഇതല്ലേ? ഇത് പിന്നെ ആരാ? ഞാനാരാ? ഏ? ഞാനാരാ? നീ ആരാന്ന് ഞാൻ പറ. ഞാനാരാ? നീ അതാ ചോദിച്ചാൽ ഞങ്ങൾ എന്റെ വനജ ടീച്ചർ ഇങ്ങനെ മീൻ വെട്ടിക്കേണ്ട വേഷത്തിൽ വരത്തില്ല. അത് ശരിയാ, സാർ നേരത്തെ വിളിക്കുന്നത് ഞാൻ കേട്ടില്ലേ? സാരി ഉടുത്തോണ്ടാ വരുന്നതെന്ന് പറഞ്ഞു. പട്ട് സാരി കൊടുത്തോണ്ട് എന്റെ വനജ ടീച്ചർ വരത്തുള്ളൂ. ഓണത്തിന് അങ്ങനെ വരുന്നതെന്നാ പറഞ്ഞ. ഓണത്തിന് പട്ട് സാരി ഞങ്ങൾ ഓർക്ക് ചെയ്ത് ടീച്ചറെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ടീച്ചർ പ്രതീക്ഷിച്ചിരിക്കുക. ഓർമ്മയുണ്ടോ ഈ മുഖം ആർക്കെങ്കിലും എവിടെങ്കിലും? വനജ ടീച്ചർ അല്ലേ? എന്തുവായിരുന്നു? എന്തായാലും വനജ ടീച്ചറല്ല. അത് ഞങ്ങൾ കണ്ടിട്ടില്ല, അത് ഞങ്ങൾ ഓർത്തിന്. നിങ്ങൾ കാണണ്ട. എന്തുവാ ടീച്ചറിന്റെ ഉദ്ദേശം? എന്തോ എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ടീച്ചർ അല്ലെന്ന്. അല്ലേ? അല്ലെന്ന്. ഏതോ ഒരു ടീച്ചറാ. എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഈ ഓണക്കാലത്ത് ഞങ്ങൾ 24-ന്റെ പ്രേക്ഷകരെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും മലമ്പാണ് നിങ്ങളെന്ന് സോറി, എനിക്കറിയില്ലായിരുന്നു. ഇല്ല, എവിടെ തിരിഞ്ഞാലും എനിക്ക് ടീച്ചറിനെ അങ്ങ് ഓർമ്മ വരും. അതുകൊണ്ടാണ്. പിള്ളേരുടെ മുമ്പിലാണ് മാഷെന്ന് ഓർക്കണം. പക്ഷെ ഞാനൊന്ന് ഇരുന്നോട്ടെ, നമുക്കൊരു ചായയൊക്കെ കുടിച്ചോണ്ട് സംസാരിച്ചാലോ? മക്കളെ, ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇല്ല ഞാൻ എന്നേ കളഞ്ഞു. അത് ടീച്ചറല്ല.